കൊളോസിയത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കൊളോസിയം എന്ന് പറയുമ്പോൾ ഇതാ ഈ നിൽക്കുന്ന കൊളോസൽ സ്ട്രക്ചർ. റോമിൽ ഓരോ കല്ലിനും ഒരു കഥ പറയാനുണ്ടാകും. അങ്ങനെയുള്ള ഈ നഗരത്തിൻ്റെ ഹൃദയത്തിൽ ഇന്നും തലയെടുപ്പോടെ നിലകൊള്ളുന്ന വിസ്മയകരമായ ഒരു നിർമ്മിതിയാണ് കൊളോസിയം. മുകളിൽ നിന്ന് നോക്കുമ്പോൾ പുരാതന റോമിൻ്റെ നടുവിൽ വെച്ചിരിക്കുന്ന ഒരു കിരീടം പോലെ തോന്നും ഈ മഹത്തായ നിർമ്മിതി. ഒന്ന് ശരിക്കും കാതോർത്താൽ അതിജീവനത്തിനായി പരസ്പരം പൊരുതിയ നിരവധി ഗ്ലാഡിയേറ്റർമാരുടെയും മൃഗങ്ങളുടെയും ആക്രോശങ്ങൾ, അവരുടെ രോദനങ്ങൾ, കാഴ്ചക്കാരുടെ ആർപ്പുവിളികളൊക്കെ ഇപ്പോഴും ഈ കൊളോസിയത്തിൻ്റെ അരീനയിൽ നിന്ന് ഉയരുന്നുവോ എന്ന് തോന്നും. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് AD 72 ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീകരവും രക്തരൂഷിതവുമായ വിനോദങ്ങൾക്ക് വേണ്ടി വെസ്പേഷ്യൻ എന്ന റോമാ ചക്രവർത്തിയാണ് ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഇതറിയപ്പെട്ടിരുന്നത് ഫ്ലേവിയൻ ആംഫി തിയേറ്റർ എന്നായിരുന്നു. കൊളോസിയം എന്ന പേര് വന്നത് ഇവിടെ നിലകൊണ്ടിരുന്ന നീറോ ചക്രവർത്തിയുടെ ഭീമൻ പ്രതിമയായ കൊളോസസ് ഓഫ് നീറോയിൽ നിന്നാണെന്നാണ് കരുതപ്പെടുന്നത്. ജനങ്ങളാൽ ഏറ്റവും വെറുക്കപ്പെട്ട ഭരണാധികാരിയായിരുന്ന നീറോ രാജ്യത്തിൻ്റെ സമ്പത്ത് ദൂർത്തടിച്ച് ഡോമസോറിയ അഥവാ ഗോൾഡൻ ഹൗസ് എന്നൊരു കൊട്ടാരം പണി കഴിപ്പിക്കുകയും കൊളോസസ് ഓഫ് നീറോ എന്ന പേരിൽ തൻ്റെ ഭീമാകാരമായ ഒരു പ്രതിമ കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്ത് സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഫ്ലേവിയൻ ഭരണം ഏറ്റെടുത്തപ്പോൾ ആ കൊട്ടാരം ഇടിച്ചു നിരത്തി പ്രതിമ നിലനിന്ന ആ സ്ഥാനത്ത് ജനങ്ങളുടെ വിനോദത്തിനായി പണി കഴിപ്പിച്ച സ്റ്റേഡിയം എന്ന നിലയ്ക്കാണ് ഈ നിർമ്മിതി കൊളോസിയം എന്നറിയപ്പെടുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഈ സ്റ്റേഡിയം ഇന്നും എത്ര ഭംഗിയായി നിലകൊള്ളുന്നു എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നും. ഇതൊരു സാധാരണ കെട്ടിടമല്ല, പോയ കാലത്തെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ശക്തിയുടെ പ്രതീകമാണെന്ന് പറയാം. താഴെ നടന്നു പോകുന്ന ആളുകളെ നോക്കുമ്പോൾ അവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോഴാണ് കൊളോസിയത്തിൻ്റെ യഥാർത്ഥ വലുപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഒരിക്കൽ ഇവിടെ ഏകദേശം 50,000 ആളുകൾ ഇരുന്ന് മത്സരങ്ങൾ കണ്ടിരുന്നു എന്നുള്ളതാണ്. മുകളിലേക്ക് നോക്കിയാൽ ആ ആർച്ചുകളിൽ കുറേ ശില്പങ്ങൾ കാണാം, കണ്ടില്ലേ? പണ്ടുകാലത്ത് ഓരോ ആർച്ചുകളിലും ഓരോ ദേവന്മാരുടെ ശില്പങ്ങൾ നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അവയിൽ ഒട്ടുമിക്കവയും നശിച്ചു പോയിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർക്ക് വളരെ വേഗത്തിൽ അകത്തേക്ക് പ്രവേശിക്കാനും അതുപോലെ എക്സിറ്റ് ചെയ്യാനും പറ്റുന്ന തരത്തിൽ ആർച്ച് ഷേപ്പിലുള്ള നിരവധി വിശാലമായ കവാടങ്ങൾ നമുക്കിത് കാണാം. ഇന്നത്തെ മോഡേൺ സ്റ്റേഡിയങ്ങളുടെ പ്രവേശന കവാടങ്ങൾ പോലും റോമക്കാരുടെ ഈ ആശയത്തിൽ നിന്നാണ് വന്നതെന്ന് പറയാം. റോമൻ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്നാണ് ഈ ആർച്ച് ഡിസൈൻ. ഓരോ ആർച്ചും മുകളിലത്തെ ഭാരത്തെ തുല്യമായിട്ട് വിതരണം ചെയ്യും. അതുകൊണ്ടാണ് ഈ നിർമ്മാണം ഇത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും പൂർണ്ണമായി തകർന്നു പോകാതെ നിലനിൽക്കുന്നത്. പ്രത്യേകം ടിക്കറ്റ് എടുത്തിട്ടുള്ളതിനാൽ കൊളോസിയത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള അരീനയിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മളുള്ളത് കൊളോസിയത്തിലെ ഏറ്റവും ആഡംബരപൂർണവും പവർഫുള്ളും ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഗത്താണ്. ഒരു കാലത്ത് റോമൻ ചക്രവർത്തിമാരും അതിസമ്പന്നരായ സെനറ്റർമാരും മാത്രം ഇരുന്നിരുന്ന VIP ഗാലറിയാണിത്. സാധാരണ ജനങ്ങൾ ഇരുന്നിരുന്ന മുകളിലത്തെ തട്ടുകളിൽ നിന്നും വളരെ വ്യത്യസ്തമായി അരീനയോട് ഏറ്റവും ചേർന്ന് ഏറ്റവും മികച്ച കാഴ്ച ലഭിക്കുന്ന രീതിയിലാണ് ഈ പോഡിയം നിർമ്മിച്ചിട്ടുള്ളത്. അക്കാലത്ത് ഇവിടേക്ക് സാധാരണക്കാർക്ക് പ്രവേശനമില്ലായിരുന്നു എന്നുള്ളതാണ്. മാർബിൾ പാകിയ സുഖസൗകര്യങ്ങൾ നിറഞ്ഞ ഇരിപ്പിടങ്ങളായിരുന്നു ഇവിടുത്തേത്. പല ലെവലുകളായിട്ടാണ് ഈ ഗാലറി തിരിച്ചിരുന്നത്. എംപററും സെനറ്റേഴ്സും അതുപോലെയുള്ള VIP മാത്രം ഈ ഗാലറി ഉപയോഗിക്കുമ്പോൾ ഇതിന് മുകളിലായിട്ടുള്ള ഗാലറിയിലാണ് സമ്പന്നരും ഉന്നതരും ഒക്കെ ആയിട്ടുള്ളവർ ഇരുന്നിരുന്നത്. അതിനു മുകളിൽ സാധാരണ പ്രജകൾ, ഏറ്റവും മുകളിലത്തെ നിലയിൽ പൗരത്വം ഇല്ലാത്തവരും സ്ലേവ്സ് ആയിട്ടുള്ളവരും ഒക്കെ. റോമൻ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും കടുത്ത വിവേചനവും വേർതിരിവുകളും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിരുന്നു അതെന്നുള്ളതാണ്. ഈ കൊളോസിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയാണ് അരീന ഫ്ലോർ. ഗ്ലാഡിയേറ്റർമാരുടേതുൾപ്പെടെ എത്രയോ ഏറ്റുമുട്ടലുകൾ നടന്ന ഒരു ഫ്ലോറാണിതെന്നറിയാം. അക്കാലത്ത് ഈ അരീന ഫ്ലോർ മണൽ കൊണ്ട് മൂടിയിരിക്കും. ഓരോ ഫൈറ്റ് കഴിയുമ്പോഴും ഒരുപാട് രക്തവും മാംസഭാഗങ്ങളും ഒക്കെ ഇവിടെ ചിതറിക്കിടക്കുന്നുണ്ടാവും. അതെല്ലാം മൂടിക്കളയാൻ വേണ്ടിയായിരുന്നു മണൽ ഉപയോഗിച്ചിരുന്നത്. അരീന എന്ന വാക്ക് ഉത്ഭവിച്ചത് തന്നെ മണൽ എന്നർത്ഥമുള്ള ഹരീന എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുമാണെന്നുള്ളത് ഓർക്കണം. നമ്മൾ നിൽക്കുന്ന ഈ ഫ്ലോറിൻ്റെ താഴെ കാണുന്ന ഈ ഭൂഗർഭ ഭാഗം ഹൈപ്പേജിയം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. തുരങ്കങ്ങളും മുറികളും മൃഗക്കൂടുകളും ഒക്കെ നിറഞ്ഞ ഒരു വലിയ അണ്ടർഗ്രൗണ്ട് ഏരിയ. ഗ്ലാഡിയേറ്റർമാർ പോരാട്ടത്തിനായിട്ട് കാത്തിരുന്നത് ഇവിടെയായിരുന്നു. സിംഹങ്ങൾ, കടുവകൾ, കരടികൾ അതുപോലെയൊക്കെയുള്ള വന്യമൃഗങ്ങളെ താഴെയുള്ള കൂടുകളിൽ പാർപ്പിച്ചിരിക്കും.
മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള ലിഫ്റ്റുകളും പുള്ളി അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് പെട്ടെന്ന് അരീന ഫ്ലോറിലെ രഹസ്യവാതിലുകൾ തുറന്ന് മൃഗങ്ങളെയും പോരാളികളെയും മുകളിലേക്ക് ഉയർത്തും. പ്രേക്ഷകർക്കതൊരു ഭയങ്കര അതിശയകരമായിട്ടുള്ളൊരു ദൃശ്യാനുഭവമായിരുന്നു. ഈ കാണുന്നതായിരുന്നു VIP ഗാലറി. എംപററും സെൻട്രർമാരും ഒക്കെ ഇരുന്നിരുന്ന മാർബിൾ സീറ്റുകൾ ഇപ്പോഴും അവിടെ കാണാം. അങ്ങനെ എന്തായാലും ഈ അരീന ഫ്ലോറിൽ നിന്ന് കണ്ണടച്ചൊന്ന് ഇമാജിൻ ചെയ്താൽ ശരിക്കും 2000 കൊല്ലങ്ങൾ പുറകിലേക്ക് നമുക്കൊരു ടൈം ട്രാവൽ വളരെ ഈസി ആയിട്ട് നടത്താം. കൊളോസിയത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്തു നിന്നുള്ള വ്യൂ ആണ്. അവിടെ ദൂരെയായിട്ട് നമുക്ക് അരീന കാണാം, അരീന ഫ്ലോർ. ഇത്രയും ഉയരത്തിൽ നിന്നാണ് സ്ലേവ്സും പിന്നെ പൗരത്വം ഇല്ലാത്തവരും ഒക്കെ ഈ അരീനയിൽ അരങ്ങേറിയിരുന്ന ഗ്ലാഡിയേറ്റർ ഫൈറ്റും മറ്റുമൊക്കെ കണ്ടിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ കൊളോസിയത്തിൻ്റെ ഭീമാകാരമായ വലിപ്പം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്നത്തെ കാലത്ത് പോലും ഇത്രയും വലിയ സ്റ്റേഡിയങ്ങൾ ലോകത്തിൽ വളരെ കുറവാണെന്ന് പറയാം. എന്തായാലും ഈ കൊളോസിയത്തിൻ്റെ കാഴ്ചകളും പിന്നെ അതിനെപ്പറ്റിയൊക്കെയുള്ള ഇൻഫർമേഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. ഇനിയും റോമൻ ഫോറവും അതിൻ്റെ കാഴ്ചകളും ഒക്കെയുണ്ട്. പിന്നെ റോമൻ ബാത്ത് അതുപോലെയൊക്കെയുള്ള കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.